അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏതാനും നാളുകളായി നമ്മുടെ TV തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വയനാട്ടിലെ നടുക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദുരന്തത്തിന് ഇരയായ, ആ ദുരന്തത്തിൽ അവശേഷിച്ച ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ റിപ്പോർട്ടർമാർ പലരോടും ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ആ റിപ്പോർട്ടറും അത് കേൾക്കുന്ന നമ്മളും എല്ലാവരും കരഞ്ഞു പോകുന്ന രംഗങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അവസാനം റിപ്പോർട്ടർമാരെല്ലാവരും പറയുന്നത് ഇവരെ നമ്മൾ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും പലപ്പോഴും ചിന്തിച്ചു പോകുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യരെ എന്തു പറഞ്ഞാണ് അവരെ ഒന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് നമ്മളും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അതെത്രത്തോളം ബോധ്യപ്പെടുമെന്ന് നമുക്കറിയില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരന്തമുഖത്തും അവർക്ക് അവരെ മനസ്സിനെ പിടിച്ചു നിർത്തുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഉറച്ച വിശ്വാസം അവർക്ക് ഉണ്ടാകണമെന്ന് മാത്രം. നമുക്കറിയാം, എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് അവരോട് പറയാനുള്ളത്? കാരണം അവരുടെ കുടുംബം മുഴുവൻ ഒഴുകിപ്പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ മാത്രം ബാക്കിയായിരിക്കുകയാണ്. ഇനി ഇവരെന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്ന് പറയുന്നത് ഒരു പരീക്ഷാ ഹാളാണ്. ഇത് പരീക്ഷണമാണ്. ഇവിടെ യഥാർത്ഥ ജീവിതമില്ല. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള പരലോകത്താണ്. അതുകൊണ്ട് തന്നെ പരലോക ജീവിതമാണ്, അവിടെയുള്ള സുഖമാണ് യഥാർത്ഥ സുഖം, അവിടെയുള്ള ശിക്ഷയാണ് യഥാർത്ഥ ശിക്ഷ. ഇവിടെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വളരെ നൈമിഷികമാണ്, അത് ശാശ്വതമല്ല. ഇവിടെയുള്ള സുഖസൗകര്യങ്ങളും നൈമിഷികമാണ്, ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിച്ചാലും നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത് വലിയൊരു ആശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ, വമാ ഹാദിഹിൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ ലഹുവും വലഇബുൻ. ഈ ലോക ജീവിതമെന്ന് പറയുന്നത് കളിയും അതുപോലെ തന്നെ വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. വ ഇന്നദ്ദാറൽ ആഖിറത, നിശ്ചയമായും ആഖിറത്ത് അഥവാ പരലോകമാകുന്ന ഭവനം, ലഹിയൽ ഹയവാൻ, അതാകുന്നു യഥാർത്ഥത്തിലുള്ള ജീവിതം, ലൗകാനു യഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ്. അപ്പോൾ യഥാർത്ഥ ജീവിതം പരലോകത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഇതുപോലെയുള്ള അപകടങ്ങളോ ദുരന്തങ്ങളോ മരണങ്ങളോ എന്തുണ്ടായാലും യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് എനിക്ക് രക്ഷ കിട്ടിയാൽ മതി എന്നാശ്വസിക്കുന്നതോടുകൂടി അവർക്ക് വലിയ സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ വിജയമെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു, ഇവിടെയല്ല, പരലോകത്താണ്. ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് അവർക്കുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകുന്നത്. ഫമൻ സുഹ്സിയ അനിന്നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവരാരോ, ഫഖദ് ഫാസ്, അവരാകുന്നു യഥാർത്ഥത്തിൽ വിജയികൾ എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള വിജയങ്ങളൊന്നും വിജയങ്ങളല്ല. നാളെ പരലോകത്ത് ആ സ്വർഗത്തിൽ പോകലാണ് വിജയം. അപ്പോൾ പരലോകത്ത് സ്വർഗം കിട്ടുന്ന അതിനാവശ്യമായ വിഭവ സമാഹരണം ഈ ലോകത്ത് നിന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഏത് സമയത്ത് ഏത് രീതിയിൽ നമ്മൾ മരണപ്പെട്ടു പോയാലും നമുക്ക് വിഷമിക്കാനില്ല, നമുക്ക് സങ്കടപ്പെടാനില്ല. കാരണം യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അവിടെ മോക്ഷം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രവുമല്ല, ഇതുപോലെയുള്ള ഉരുൾപൊട്ടലിലും വെള്ളപ്പാച്ചിലിലും ഒക്കെ ഒഴുകിക്കൊണ്ട് അതിൽ പെട്ടുകൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒഴുകിപ്പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് വൽ ഗരിഖു ഷഹീദുൻ എന്നാണ്. മുങ്ങി മരണമുള്ള മരണം അത് ഷഹീദിൻ്റെ മരണമാകുന്നു. അഥവാ രക്തസാക്ഷിത്വമാണ് അവർക്ക്. നേരിട്ട് സ്വർഗത്തിൽ പോകാവുന്ന, അവരുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന വലിയ ഒരു പദവിയുള്ള അങ്ങനെയുള്ള ആളുകളുടെ ഗണത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മുങ്ങി മരണത്തിൽ ഉള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടലും അതിൽ ഉള്ള അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ബന്ധുക്കൾ മനസ്സിലാക്കേണ്ടത് അവർ ആ വിശ്വാസത്തോടു കൂടിയാണ് മരിച്ചു പോയിട്ടുള്ളത് എങ്കിൽ
അവർക്ക് നാളെ ആ ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിനെ നമുക്ക് സമാധാനിപ്പിക്കാവുന്ന വാക്കുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഉറച്ച ഭക്തിയോടുകൂടി തവക്കുലോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ മനക്കരുത്തോടുകൂടി ക്ഷമയോടുകൂടി സബുറോടുകൂടി ഈ സന്ദർഭത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഒരിക്കലും സ്രഷ്ടാവിനെ പഴിക്കുന്ന ഒരു വാക്കുപോലും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. ഇതിലും വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ മുൻകാലക്കാർ അനുഭവിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഴുത്ത് തൻ്റെ ശരീരം മുഴുവൻ വ്രണമുണ്ടായി സ്വന്തം നാട്ടുകാരും കുടുംബങ്ങൾ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന അടുക്കലേക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പ്രവാചകനായിരുന്നു, എന്നിട്ടും ആ പരീക്ഷണം വന്നു. അതെ, കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ സമൂഹവും അതിൽ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുക. നാളെ പരലോകമാകുന്ന ആ ഭവനത്തിൽ, ആ ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കും. അതാണ് നമുക്ക് ഏക സമാധാന മാർഗം. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.